ഈ ഒരു ബസ്സിലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് നമ്മുടെ ഗാലറി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള മോഡുകളിലൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ നമുക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ഹോണുകൾ ആഡ് ചെയ്യാൻ പറ്റും. അതായത് എയർ ഹോണൊക്കെ പല സൗണ്ടുകളിലുള്ള നമുക്ക് ഓരോ ബസ്സിനനുസരിച്ച് വേറെ വേറെ സൗണ്ടുകളിലുള്ള ഹോണുകളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഈസി ആയിട്ട് ജസ്റ്റ് വെറുതെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ കേരള ട്രാഫിക് മോഡ് ആഡ് ചെയ്ത ബസ്സിലാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും, നമുക്ക് നേരിട്ട് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ വേറെ മോഡുകളിലൊക്കെ കുറച്ച് പണിയുണ്ട്, കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിച്ചിരുന്നത്. വീഡിയോയ്ക്ക് ഇറക്കുന്ന ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അത് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യുക. നമുക്ക് വീഡിയോയിൽ പോകാം. അപ്പോൾ ഈ ആദ്യം തന്നെ ഈ ഹോൺസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു വീഡിയോയുടെ ലിങ്ക് താഴ്ത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് ഇതേപോലെ ഡയറക്റ്റ് ആയിട്ടുള്ള ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കിട്ടും. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഷെയർ മോഡ്സിൻ്റെ ഒരു പേജിലാണ് ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ അടിയിൽ ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് കൊടുക്കുക. ചെറിയൊരു ഫയലാണ് 483 KB ഉള്ള. അപ്പോൾ ഇത് ഡൗൺലോഡ് ലിങ്ക് ക്രിയേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതിനുശേഷം ഡൗൺലോഡ് ലിങ്ക് റെഡി ആയിട്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ഡൗൺലോഡ് കൊടുക്കുക. പിന്നെ ആഡുകൾ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹോൺ ഇവിടെ ഡൗൺലോഡ് ആയിട്ട്. അപ്പോൾ ഇത് സിപ്പ് ഫയലാണ്. അപ്പോൾ ഇത് എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ബസ് സിമുലേറ്ററിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇതൊന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എക്സ്ട്രാക്ട് ഫയൽസ് ടു എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അത് കൊടുക്കുക. നമ്മുടെ സാധാരണ മൊബൈലിലുള്ള ഫയൽസിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫോൾഡറിലൊന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫോൾഡറിൽ ചെയ്യാം, അങ്ങനെ ഇന്ന ഫോൾഡറിൽ ചെയ്യണമെന്ന് ബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ട് ഫോൾഡർ കൂടെ വെറുതെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്യാൻ പെട്ടെന്നാവും. ഞാൻ നേരത്തെ വന്ന ചെറിയ സൈസുള്ളൊരു ഫയലാണ്. അപ്പോൾ അത് എക്സ്ട്രാക്ട് ആയിട്ട് അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഇഷ്ടം പോലെ ഫയൽസ് ഉണ്ട്. അതായത് ഏകദേശം 30 ഐറ്റമാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇനി അതിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിനായിട്ട് നമ്മുടെ സെറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വേണം. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മുടെ സെറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് തന്നെ നമുക്ക് ജസ്റ്റ് ആൻഡ്രോയിഡ് എടുക്കുക. അതിനുശേഷം നമ്മുടെ OBB എടുക്കുക. അതിനുശേഷം നമ്മുടെ ബസ് ഐഡിയുടെ ഒരു ഫോൾഡർ മെലിയോ എന്ന് പറഞ്ഞാൽ ഫോൾഡർ എടുക്കുക. അതിനുശേഷം നമ്മുടെ കേരള ട്രാഫിക് മോഡാണ് ഈ എടുക്കുന്നത്. നമ്മുടെ മെലിയോ ബസ് ID എന്ന് പറഞ്ഞിട്ട് ഒറിജിനൽ ഫയൽ മെയിൻ ഫയലായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ സാധാരണ നമ്മൾ അമർത്തി ഓപ്പൺ ആവില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് അമർത്തി പിടിക്കുക. കുറച്ച് അമർത്തി പിടിച്ച് ഹോൾഡ് ചെയ്യുമ്പോൾ ഇതേപോലെ മുകളിൽ ഓപ്പൺ ആസ് ആർച്ചീവ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം SH എടുക്കുക. അതിനുശേഷം ബിൻ എടുക്കുക. അതിനുശേഷം ഡാറ്റ എടുക്കുക. അതിൻ്റെ അടിയിൽ ഒരു ഒരു ഗ്രീൻ കളർ പ്ലസ് ഐക്കൺ കാണാം. ആ പ്ലസ് ഐക്കൺ എടുക്കുക. അതിലൊരു ഏറ്റവും ഫസ്റ്റ് വരുന്നൊരു നമ്മുടെ ഫോൾഡറിൻ്റെ പോലത്തെ ഒരു നമ്മുടെ സംഭവം കാണാം, അതെടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ നമ്മുടെ ഹോൺ എവിടെയാണോ പേസ്റ്റ് ചെയ്തത് അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ നോട്ടിഫിക്കേഷൻസിലാണ് പേസ്റ്റ് ചെയ്തത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ എടുക്കുക, ഇത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ ഹോൺ എല്ലാം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഓരോന്നായിട്ട് ഫുള്ളായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ മൊത്തം സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ അടിയിൽ ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അത് അമർത്തി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആഡിങ് ഫയൽ നമ്മുടെ ആഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ഹോൺ ആഡ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബസ് സിമുലേറ്റർ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഹോൺസ് ഒക്കെ എങ്ങനെ ഇട്ട് നോക്കാം. ഇവിടെ നമ്മുടെ ഗെയിം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബസ്സാണ് ഇത്, നമ്മുടെ കൊമ്പൻ്റെ കളിയനാണ് ഈ ബസ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇനി നമ്മുടെ ഹോണുകൾ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കാം, സൗണ്ടൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഹോൺ അടിച്ചു നോക്കാൻ പോവാണ്. ഹോണിൻ്റെ സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇതേപോലെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഹോണുകൾ ഇതേപോലെ ഇതിൽ കയറ്റാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കേരള ട്രാഫിക് കയറ്റിയിരിക്കുന്ന ആ ഒരു മെയിൻ ബസ്സിലാണെങ്കിൽ നമുക്ക് ഹോൺ മാറ്റാൻ ഭയങ്കര സുഖമാണ്. ഇവിടെ മുകളിലൊരു ഹോണിൻ്റെ ഐക്കൺ കാണാം. അപ്പോൾ അത് ഇതുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ബ്ലൗസ് ഓഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതിനുശേഷം ബ്ലൗസ് ഓഡിയോ എടുക്കുക. എന്നിട്ട് ഡിവൈസിൽ നമുക്ക് ഏതെങ്കിലും ഹോൺ ഡൗൺലോഡ് ചെയ്തിട്ടാൽ മതി. അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ഹോൺ ആക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ എക്സാമ്പിൾ തന്നെ ഹോൺ ഞാൻ ഇപ്പോൾ ആഡ് ചെയ്ത് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ ജസ്റ്റ് കയറ്റി ഒരു ഹോൺ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ മെയിൻ ബസ്സാണ്. അതായത് നമ്മുടെ കേരള ട്രാഫിക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ബസ്സാണ്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ നേരത്തെ കാണിച്ചാൽ ഈസി ആയിട്ട് ഹോൺ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പം ആഡ് ചെയ്ത ഹോൺ കാണിച്ചു തരാം. ഈ ഒരു ബസ്സിലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് നമ്മുടെ ഗാലറി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള മോഡുകളിലൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ നമുക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമില്ലെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഉണ്ട്. നിങ്ങളുടെ സംശയങ്ങൾ അഭിപ്രായം താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.